Hi, good morning. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലേ? അപ്പോൾ എന്താണ് ഇന്നത്തെ പാചകം? ഇന്നത്തെ പാചകം ചെറുപയർ തോരൻ. ചെറുപയർ ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ ചെറുപയർ തോരൻ, അതിന് ചെറുപയർ വേവിച്ചത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കണ്ടോ? ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 അല്ലി, പിന്നെ ഒരു 3-4 തോന്നുന്നുണ്ട് ചെറിയ ഉള്ളി. അത് നമ്മുടെ ആവശ്യം. ചെറുപയർ ശരിക്കും തണുപ്പാണല്ലോ നമ്മുടെ ശരീരത്തിന്. പിന്നെ അതെ, പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് താളിക്കുക, കടുക്, പിന്നെ നാളികേരം, ഒരു ഉണക്കമുളക് ഒതുക്കിയതാണ്, കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളക്, നാളികേരം, കറിവേപ്പില. വേറെ ഒതുക്കിയെന്ന് പറഞ്ഞ ഒരാളെ ഒതുക്കിയെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണല്ലോ. എന്നെ ഒതുക്കും പോലെയല്ല, ഇത് ഒന്നിങ്ങനെ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, എന്നെ ഒതുക്കിയത് മനസ്സിലായി അല്ലമ്മ. പിന്നെ ഒരു പകുതി ഒരു ചെറുനാരി, ഇത്രയും വേണ്ട. ഇനിയിപ്പോ കത്തിക്കും. എന്നെ ഒതുക്കിന്ന് മനസ്സിലായി അല്ലേ? ആർക്ക് മനസ്സിലായി? അല്ല, എനിക്ക് തന്നെ മനസ്സിലായി. എന്നാലും ഒതുക്കിന്ന് പറയുമ്പോ അമ്മേന് ഉദാഹരണം നൽകിയത് തന്നെയാണല്ലോ. നിന്നെ ഒതുക്കിയത് പോലെ അല്ല. ഇപ്പഴാ അമ്മ എനിക്ക് മനസ്സിലാവണത്, എന്നെ ഒതുക്കിയാക്കാണ് അമ്മ അല്ലേ? അമ്മ, സ്നേഹം ശരിക്കൊരു ചങ്ങലയാണോ? ആണ് ചില രീതിയിൽ. അത് ഏത് രീതിയിലാണ് സ്നേഹം ചങ്ങലയായി മാറുന്നത്? അതെന്താ അറിയോ, ഇപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോ പിന്നെ അത് ഒരു ചങ്ങല തന്നെയല്ലേ. അവർക്ക് ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ തോന്നാണ്ടും. അങ്ങനെയാണെങ്കിൽ ആനനെ കെട്ടിയിടുന്നത് സ്നേഹം കൊണ്ടാണോ ചങ്ങലയില്? ഞാൻ പറയുകയാണെങ്കിൽ ഈ ചങ്ങല എങ്ങനെ അറിയോ? ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവന്റെ കുടുംബത്തെ മറന്നിട്ട് വേണ്ടാത്തതിന് ചെന്ന് ചാടാൻ തിരിക്കുന്നതിന്റെ പേരാണ് സ്നേഹം കൊണ്ടുള്ള ചങ്ങല. മനസ്സിലായില്ലേ? കുടുംബത്തെ സ്നേഹിക്കാത്തൊരു വ്യക്തി, കുടുംബം എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ പാട്ടിൽ ജീവിച്ചാൽ മതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരു ചങ്ങലകളും ഇല്ല, ഒരു അല്ല പൊട്ടിച്ചെറിയല്ല, ചങ്ങല തന്നെ കെട്ടാൻ സമ്മതിക്കില്ല. അപ്പൊ എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങല എന്ന് പറയുന്നത് നമ്മൾ കെട്ടിയിടാൻ വേണ്ടിയിട്ടല്ല, യഥാർത്ഥത്തിൽ നിയന്ത്രണത്തിനുള്ള ചങ്ങലയാണ് അല്ലേ? ഭർത്താവിന് ഭാര്യ നൽകുന്ന ചങ്ങലയും ഭാര്യയ്ക്ക് ഭർത്താവ് നൽകുന്ന ചങ്ങലയും പിതാവും മാതാവും ഒക്കെ മക്കൾക്ക് ഒരു ചെറിയൊരു നൂൽ ചങ്ങല കെട്ടിയിട്ടുണ്ടാവും. അത് കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹബന്ധത്തിന്റെ ഒരു ചങ്ങല. അത് ഈ ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാരും ഭാര്യ ഭർത്താക്കന്മാരും ഏത് സമ്പർക്കത്തിൽ ഉൾക്കൊണ്ടവരോ ആത്മാർത്ഥമായിട്ടുള്ള എല്ലാവരും ചെറിയൊരു ചങ്ങലയും കൊണ്ട് ഓരോരുത്തർ കെട്ടിയിടും. മക്കളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെ, ദൈവത്തിനടുത്തും ചിലർ ചെറിയൊരു ചങ്ങല കെട്ടി വെച്ചാണ്. ദൈവത്തിന് മറന്ന് ഞാനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ചിലർ, ഒരുപാട് ആൾക്കാരില്ല, അപൂർവം എന്ന് വെച്ചാൽ എത്രയോ ചെറിയ ശതമാനം ആൾക്കാർ ഇപ്പോഴും ദൈവഭയത്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇത്ര വേനലൊക്കെ കൊണ്ടാലും നാളെ മഴ പെയ്യുന്നുള്ള വിശ്വാസം, അങ്ങനെ ചില നന്മയുള്ള മനസ്സിന്റെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് അല്ലേ? ആണോ അല്ലേ? ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലാണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്നെ കുറ്റം പറയണത് ആണെങ്കിൽ എന്നെ നല്ലത് പറഞ്ഞത് കുഴപ്പമില്ല. ഇല്ലില്ല, അതിനിപ്പോൾ കളിയാക്കാനൊന്നും ഇല്ല. അതിനിപ്പോൾ എന്താ കളിയാക്കാൻ, എല്ലാവർക്കും അറിയാലോ. അത്യാവശ്യം മൂത്ത മാത്രമേ വിവരം ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി ഇത്ര മൂത്താണ്, ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് പിന്നെ ആയിക്കോളും. അപ്പം ചെറിയ ഉള്ളി എന്താ ഈ മൂത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പൊട്ട കാര്യമൊന്നുമല്ല. മൂക്കാത്ത തേങ്ങ എന്തിനേലും കൊള്ളുമോ? മൂക്കാത്ത മാങ്ങ പക്ഷെ ഉണ്ടാക്കാൻ പറ്റും. അത് വെറുതെ ഒരു പേരിനെ ഉണ്ടാക്കും. പക്ഷെ മൂത്ത തേങ്ങയല്ല എല്ലാവരും തെങ്ങ് കയറി ഇടുള്ളൂ. തേങ്ങ വേണ്ട, തേങ്ങ ഞാൻ ക്യാൻസൽ ചെയ്തു. മൂക്കാത്ത മാങ്ങ കൊണ്ട് വല്ല കാര്യമുണ്ടോ? മൂക്കാത്ത വാഴക്കൊല കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ എല്ലാം മൂത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചിലതൊക്കെ മൂത്താലേ നന്നാവുള്ളൂ. ഇപ്പൊ ഈ അമ്മയൊക്കെ ഭയങ്കര വികൃതിയായിരുന്നു. ഇപ്പോഴാണ് ഈ അമ്മ ഇത്തിരി മൂത്തപ്പോഴാണ് അമ്മയ്ക്ക് വിവരം കുത്തിയൊക്കെ വെച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിയാണ്. അത് എൻ്റെ അമ്മമ്മയ്ക്ക് ഇഷ്ടം പോലെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഇത്രയും വികൃതിയുള്ളൊരു പെൺകുട്ടി ആൺകുട്ടികളിലും കൂടി ഓടിച്ചിട്ട് തല്ലുണ്ടാവുന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ല, അമ്മയ്ക്കുള്ളത്ര വികൃതി ഒന്നും അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോ എന്താ പാവം.
അപ്പോൾ ഒരു കാലത്ത് ചെയ്യേണ്ട വികൃതിയൊക്കെ ചെയ്തതിന് ശേഷമാണ്. എല്ലാ കുട്ടികൾക്കും വികൃതി ഉണ്ടാവും, അതുപോലെ എനിക്കും ഉണ്ടാവുന്നു. അമ്മയ്ക്ക് അതുപോലെ അല്ലല്ലോ. അമ്മ കമ്പൈൻ സ്കൂളിലല്ല ആദ്യം LKG UKG ഒക്കെ പഠിച്ചത്. ആ കാലത്ത് ഉള്ള ബോയ്സിനൊക്കെ അടിച്ച് മൂക്ക് പൊടിച്ചിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് അമ്മമ്മേൻ്റെ അടുത്ത് എന്താണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതോ അതൊക്കെ രസമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്താൽ മാത്രം അത് തൈരും മോരൊക്കെയാണ് അല്ലമ്മ. ഇത്ര ആയാൽ മതി, ഒരുപാടാവേണ്ടത്. ഒരുപാടായാൽ കരിഞ്ഞ രസമില്ല. അപ്പം വേവിച്ച കണ്ടില്ലേ, ഇങ്ങനെ വേണം പറയും, ഒട്ടഞ്ഞങ്ങോട്ട് വേവരുത്. അത് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ചും ഉടഞ്ഞങ്ങോട്ട് വേണ്ടത് പറഞ്ഞാൽ ഇവർക്കൊന്നും ഇഷ്ടമല്ല. അല്ലേ? തീർച്ചയായിട്ടും ശരിയല്ല ഞാൻ പറഞ്ഞു. ഇപ്പോഴെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലായോ? ഉടഞ്ഞ് വെന്ത എങ്ങനെ എനിക്ക് ഇഷ്ടമില്ല, അതുപോലെ തല്ലിപ്പഴിപ്പിച്ചിരുന്ന ഒരാൾ നന്നാവാൻ പോകുന്നില്ല. കുറച്ചൊക്കെ അവൻ്റെ ഉള്ളിൽ നല്ലത് നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഒരു തല്ലിന് അവൻ നന്നാവും. അല്ലെങ്കിൽ 1000 തല്ലി തല്ലിയാലും നന്നാവില്ല. മനസ്സിലായില്ലേ? വെറുതെ കുട്ടികളുടെ തല്ലിന് അച്ഛനമ്മമാർക്ക് പറയുകയാണ് വെറുതെ നല്ല തല്ലി അപ്പം പിടിച്ചുകൊണ്ട് പോകണത്. വേറെ ഒന്നല്ല, തല്ലിയാൽ നന്നാവില്ല, തിരുത്തിയാൽ നന്നാവും. ഭയങ്കര ബുദ്ധിയാണ് നമ്മ പറയണതിൽ കളിയാക്കലുണ്ടല്ലോ. ഇപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാണ്ടോ ഇതിപ്പോൾ? അപ്പം ഞാൻ അമ്മേനോട് ചോദിക്കുന്നൊരു കാരണം, മിക്കവാറും ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ഒരാൾക്കൊരു അനുഭവം പറയുകയാണെങ്കിൽ ഒറ്റപ്പെടൽ കണ്ട അനുഭവമാണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ. ഒറ്റപ്പെട്ട് പോയി, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയി എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ മാത്രമേ കാടുള്ളൂ, അടുത്ത് തന്ന ഓരോ മരങ്ങളും ഒറ്റയ്ക്കാണെന്ന് പറയും പോലെ. അതുപോലെ തന്നെ 1000 ജനങ്ങളുടെ ഒപ്പം നിന്നാലും 1000 ബന്ധുക്കളോ സ്വന്തക്കാരോ കൂട്ടുകാരോ അങ്ങനെ എല്ലാം കൂടി ഒരു സമൂഹത്തിന് നടുക്ക് നിന്നാൽ നീ എന്ന വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം നിൻ്റെ ചിന്തകളും നിൻ്റെ സ്വപ്നങ്ങളും അത് മാത്രമാണ് നീ എന്ന വ്യക്തിയെ നീയാക്കുന്നത്. കാരണം കൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾക്കിടയിൽ എല്ലാവരും തോളിൽ കൈയിട്ട് നിന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് നീയൊക്കെ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നീ ഒറ്റയ്ക്കാണ്. നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, ഇവിടുത്തെ മടക്കയാത്രയും ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ഒറ്റപ്പെടലെന്ന് പറഞ്ഞത് എന്താ പറയുക, ആർക്കോ ഒരാൾക്ക് സംഭവിക്കുന്ന സംഭവമല്ല. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു സത്യഘടനയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഒരു കാലം വരും നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മുടെ വിട്ടുപോകും, അന്നും ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലുകൾ അനുഭവിക്കാതെ ഒരു മനുഷ്യനും ഭൂമി വിട്ട് പോകുന്നില്ല, അല്ലേ? അതങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ വരുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലേ വരുന്നത്, ഇവിടുന്ന് യാത്രയാകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ലേ പോണത്. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരുപാട് ഇഷ്ടമാണ്, അയ്യോ ജീവനക്കാളെ ഏറെന്നൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് തന്നെ ആള് പോവുക, അല്ലേ? കൂടെ പോകാൻ പറ്റുമോ? ആർക്കും കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. നമ്മുടെ ചില ചിന്തകൾ ഒറ്റ ഇതിപ്പോ നമ്മൾ എത്ര ജീവിച്ചാലും നമ്മുടെ ചില ചിന്തകൾ ഒറ്റപ്പെട്ടതായിരിക്കും. ചിലപ്പോ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ ഒറ്റപ്പെട്ട സ്വപ്നങ്ങൾ ഉണ്ടാവാം, ഒറ്റപ്പെട്ട ചിന്തകൾ ഉണ്ടാവാം, അല്ലേ? അപ്പൊ എപ്പോഴും ഒറ്റാന്നുള്ളത്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഒന്നും ഓർക്കണം, എന്തറിയോ? ഇപ്പോ ഒരു തൊട്ടാവാടി, ആ തൊട്ടാവാടിനെ പോയിട്ട് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒറ്റപ്പെട്ടു, എനിക്ക് അവരെ കൊണ്ട് വിഷമം, ഇവരെ കൊണ്ട് വിഷമം, ഞാൻ തോറ്റു, ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയിൽ ചിലതുണ്ട്. ഇപ്പോൾ ഒരു തൊട്ടാവാടിയിൽ തന്നെ എടുത്തോ എക്സാമ്പിൾ. ആ തൊട്ടാവാടിയിൽ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അതിങ്ങനെ ചുരുങ്ങും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും അത് വിടന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചെമ്പരത്തി കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തി ആരും ചൂടും. ഞാനിടയ്ക്ക് ചൂടാറുണ്ട്. അതല്ല, ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി ആരും അങ്ങനെ ചൂടില്ല. പിന്നെ അത് ആരെങ്കിലും എടുത്ത് ഈ ചെമ്പരത്തി കൊണ്ട് തറക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അപ്പൊ അങ്ങനെ ഒരു പൂവാണ് ചെമ്പരത്തി. പക്ഷെ ഈ ചെമ്പരത്തി മൊട്ടിടാൻ ഏത് വസന്തത്തെ അത് കാത്തു നിൽക്കുന്നില്ല. എല്ലാ സമയത്തും മൊട്ടിടും, എല്ലാ സമയത്തും പൂവുണ്ടാവും. ആ പൂവ് മറ്റുള്ളവർ ചൂടുണ്ടോന്നൊന്നും അതൊരിക്കലും അതിന് ശ്രദ്ധ കൊടുക്കാറില്ല. അത് അതിൻ്റെ ഒരു വസന്തത്തെയും കാത്തു നിൽക്കാതെ അത് മൊട്ടിടും, പൂവിടും. അപ്പം അത് എന്നെ ആരും ഉപയോഗിക്കുന്നില്ല, എന്നെ ആരും ചൂടുന്നില്ല. എല്ലാവരും റോസാപ്പൂവിന്, മുല്ലപ്പൂവും, എന്താണ് ഇനി കുറേ പൂക്കളുണ്ടല്ലോ, ചെമ്പകം, അങ്ങനെ കുറേ പൂക്കളില്ലേ, ആ പൂക്കളെയൊക്കെ അവർ ചൂടും, എല്ലാവരും ഇഷ്ടപ്പെടും, അതിനെ മണത്തു നോക്കും, അല്ലേ? അതിനൊക്കെ ഒരു സുഗന്ധമുണ്ട്. അപ്പോൾ എനിക്കിതില്ല, അതുകൊണ്ട് ഇത് എന്നെ ആരും അത് പറഞ്ഞിട്ട് അത് മൊട്ടിടാണ്ടിരിക്കുന്നുണ്ടോ? എന്നാലോ ഏറ്റവും കൂടുതൽ നമ്മൾ കവിതയൊക്കെ എഴുതുന്ന റോസാപ്പൂവാകട്ടെ മല്ലിപ്പൂവാകട്ടെ ഇഷ്ടംപോലെ പാട്ടുകളും കവിതകളും ആ പൂവുകൾക്കൊക്കെ ഒരു സീസൺ ഉണ്ട്. ഇന്ന സമയത്ത് മാത്രം മുട്ടിടുള്ളൂ, ഇന്ന സമയത്ത് മാത്രം വിരിയില്ലെന്നുണ്ട്. പക്ഷെ ചെമ്പകം ഏത് വേലിയോർത്ത് കൊണ്ടുപോയി വലിച്ചു കഴിഞ്ഞാലും, ചെമ്പരത്തി ഏത് വേലിയോർത്ത് കൊണ്ടുപോയി വലിച്ചു കഴിഞ്ഞാലും ആ വലിച്ചു കളഞ്ഞ സ്ഥലത്ത് കടന്നുകൊണ്ട് വളർന്നുണ്ടാവും. അത് ഏത് സമയം അതിന് ഇന്ന വസന്തം വരണം. ഇപ്പം മുല്ലപ്പൂവൊക്കെ ഉണ്ടാവാൻ അതിനൊരു സമയമുണ്ട്. അങ്ങനെ പലതിനും പല സമയങ്ങളുണ്ട് പൂക്കൾക്ക്.
എപ്പോഴും ഇപ്പൊ ചിലതൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാൽ അത് നനച്ചും അങ്ങനെയൊക്കെ അല്ലേ, അതിന് വളമിട്ടും നനച്ചൊക്കെ ഉണ്ടാക്കും. ചില പുഷ്പങ്ങൾ മാത്രം, പുഷ്പങ്ങൾ അതിലൊന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തി. അപ്പൊ അത് അതിന്റെ ദൗത്യം ചെയ്തുകൊണ്ടേ ഇല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിന് തളർന്നൊന്നും പോവാണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്ക് നമ്മുടെ കടമകളും നമ്മൾ നിർവഹിക്കുക. മനസ്സിലായോ? അങ്ങനെയാണ്. അല്ല അപ്പൊ പിന്നെ എന്ത് ഒറ്റപ്പെടൽ നമുക്ക് സ്വന്തം, അത് നമുക്ക് സ്വകാര്യമായി നമ്മൾ ആ ഒറ്റപ്പെടൽ. ഇതിപ്പോ എന്തിനാ പറഞ്ഞെന്നറിയാം, നമ്മുടെ സുഹൃത്തായ ഒരു വ്യക്തി നമ്മുടെ ഇതിലൊരു മെസ്സേജ് ഇട്ടുണ്ടല്ലോ, എന്നും ചേച്ചി ഒറ്റപ്പെടലുകളാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എഴുതിയത് കൊണ്ട് അവർക്കുള്ളൊരു മെസ്സേജും കൂടിയാണിത് അല്ലേ. അപ്പോൾ ഒറ്റപ്പെടലുകൾ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഒരാളിനെ ഒരുപാട് കുത്തിനോപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഒരുപാട് ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ, എത്രത്തോളം നിങ്ങളുടെ ആഴത്തിൽ കുഴിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന് പറയില്ലേ. ഒരു പാറയാണ്, അതിന് കുത്തിപ്പൊടിച്ചിട്ട് ഒരു കാര്യമില്ല പറയുമ്പോൾ പാറയുടെ ഉള്ളിൽ ചെല്ലുന്തോറും അതിന്ന് കിട്ടിയ വെള്ളം ഒരു കാലത്തും പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതെ അതെ. അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ വിഷമങ്ങൾ. അവര് പറഞ്ഞ ചോദ്യത്തിനും ഉത്തരം അപ്പൊ അത് മറ്റുള്ളവർക്കും അത് കേൾക്കാനോ. അതെ. ഈ ഒറ്റപ്പെടം വേറൊരു കാരണങ്ങളും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചങ്ങലകളുണ്ട് ഓരോ ജീവിതത്തിനും. നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പാടുള്ളൂ, ഇത്രയും നമ്മൾ പോകാൻ പാടുള്ളൂ എന്നൊരു ചങ്ങല നമുക്ക് തന്നെ നമ്മൾ തീർത്ത് വെച്ചെടുക്കുകയാണ്. ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തിനെ പേടിച്ചിട്ട് വേണം ജീവിക്കാൻ, ഈ സമൂഹത്തിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ എന്നൊരു ഉദ്ദേശശുദ്ധി ഉള്ളവരാണ് പല സ്വപ്നങ്ങളും വേണ്ടാന്ന് വെക്കുന്നത്. ആ സ്വപ്നങ്ങൾ നമ്മൾ നേടാൻ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തൊക്കെയായിരിക്കും? കുടുംബ ബന്ധങ്ങളായിരിക്കും, സമൂഹത്തിലൊരു വിലയായിരിക്കും, അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ. ചിലരുടെ ആഗ്രഹത്തിന് നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും ഓരോരുത്തർ പറയാൻ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, നമുക്ക് അതിന് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അവരിൽ നിന്ന് ഒറ്റപ്പെടും, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ നിന്ന് ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെടലുകൾ എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ മുളക് ഒതുക്കിയ മുളകല്ല, നാളികേരം, ഉണക്കമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുക. മനസ്സിലായോ? എന്നിട്ട് ഒരു 5 മിനിറ്റ് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പാകായി കഴിഞ്ഞാൽ നമുക്കത് ഉപ്പേരും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതേപോലെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും പൂർത്തീകരിച്ചു പോയി എന്ന് പറയാൻ പറ്റും ഏതെങ്കിലും യാത്രക്കാരുണ്ടോ? യാത്രക്കാരെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ജീവിതയാത്രയിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ച് സംതൃപ്തനായി പോയി എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പതിച്ച എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും സ്വപ്നങ്ങളോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ബാക്കി വെച്ച് എല്ലാവരും പോയിട്ടുണ്ടാവും. ഈ ലോകം തന്നെ സ്നേഹത്തിൻ്റെ ഒരു ചങ്ങലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇന്ന് ഈ ചങ്ങല പൊട്ടുന്നോ അന്ന് സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ലാണ്ടാവുന്നു. സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ വേണ്ടി മാത്രം പല സ്ഥലങ്ങളിലും നമ്മൾ തലകുനിക്കുന്നു. അതിനർത്ഥം നമ്മൾ തോറ്റു എന്നല്ല. സ്നേഹത്തിന് മുമ്പത്ത് എത്രത്തോളം നമ്മൾ തോറ്റു കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ വലിയവനായി മാറുന്നു. ഒരു സ്നേഹത്തിന് മുമ്പത്ത് ജയിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരും ഇല്ലാത്തവനായി മാറുന്നു. ആ ഒറ്റപ്പെടലാണ് ജീവിതത്തിൽ യഥാർത്ഥ ഒറ്റപ്പെടൽ. ഈ വ്യക്തികൾ വിരൽ ചൂണ്ടി ഒറ്റപ്പെടുത്തുന്നതല്ല നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ. അത് നിങ്ങളെ ഇനിയും ജീവിക്കാനുള്ള പ്രചോദനം നൽകും. പക്ഷേ നമ്മുടെ സ്നേഹബന്ധങ്ങൾ അവർക്കനുസരിച്ച് നമ്മൾ ജീവിക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ച് നമ്മുടെ ആ ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹങ്ങളൊന്നുമില്ലാണ്ട് അവരെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടൊരു ഒറ്റപ്പെടലുണ്ടാവില്ലേ? ആ ഒറ്റപ്പെടൽ മാത്രമാണ് ജീവിതത്തിലെ യഥാർത്ഥ ഒറ്റപ്പെടൽ. ബാക്കിയുള്ള ഒറ്റപ്പെടലുകൾ മുഴുവനും നിങ്ങൾക്ക് സ്ഫൂർത്തിയാണ് അല്ലേ? എന്തൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും നമുക്ക് നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും അല്ലേ? ഉയർത്തെഴുന്നേക്കണം. ജീവിതം എന്നുള്ള ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഒരു പോരാട്ടം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഓരോ രീതിയിൽ ഓരോ മനുഷ്യനും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ സ്വന്തം മനസ്സിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ അവനവൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ജീവിതത്തിൽ നേടാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ഉന്നത സ്ഥാനങ്ങൾ എത്താൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ അസുഖം മൂലം ജീവിതം കിട്ടാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവും. അതെ, യഥാർത്ഥ എല്ലാം കൊണ്ടും സംതൃപ്തരായിട്ട് പോയവരാരുമില്ല. സ്വപ്നങ്ങളെല്ലാം നമുക്ക് സാക്ഷാത്കരിക്കാതെ പോയിന്ന് ദുഃഖിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും അസുഖബാധിതരായിട്ട് മരുന്ന് കണ്ടുപിടിക്കാതെ ചില ആസ്പത്രികളിൽ കിടന്നിട്ട് ജീവന് വേണ്ടി യാചിക്കുന്ന ആ കണ്ണുകൾ കണ്ടറിയാം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഗതി വന്നിട്ടില്ലല്ലോ. ആ വ്യക്തികളുടെ കണ്ണുകളിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം കണ്ടറിയാം. ജീവിതം ഒരു സ്ഫൂർത്തിയാണ്, ജീവിച്ചേ പറ്റൂ. എന്തൊക്കെ സന്ദർഭങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ ജീവിച്ചേ പറ്റൂ. എത്രത്തോളം നിങ്ങളെ നോയിപ്പിക്കാൻ ആൾക്കാരുണ്ടോ അത്രത്തോളം ഊർജ്ജം നിങ്ങൾ വരണം അല്ലേ? ഈ സ്വർണം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എത്രത്തോളം അഗ്നിയുടെ സ്പർശം കൊണ്ടിട്ടാണ് ഒരു സ്വർണ്ണം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തികൾ നമ്മുടെ ചുറ്റമില്ലെങ്കിൽ എന്താണ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു സ്ഫൂർത്തി? അതുകൊണ്ട് ഒറ്റപ്പെടലെന്ന് ഒന്നിച്ച് വിഷമിച്ചിരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറഞ്ഞത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവർക്കുള്ളത്. പക്ഷെ അതിപ്പോൾ എല്ലാവർക്കും ഇനി ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഈ ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പുളിപ്പില്ലേ
അത് ഇതിനൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെറുനാരങ്ങ അരി വേണം അല്ലേ? ഒരു ചെറുതായിട്ട്, അതായത് ചെറുനാരങ്ങയുടെ നീരൊരു ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതി. അവനവൻ്റെ ചെറുപയറൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിന് ഇപ്പം എത്ര മതി. ഇതായി ഇത്രയുള്ളൂ. പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി എന്താണെന്നറിയാം അമ്മയ്ക്ക്? സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥമുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. ആത്മാർത്ഥ കാണിക്കുന്നവർക്കോ സ്നേഹമുള്ളവരെ തിരിച്ചറിയാനും സാധിക്കില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. കാരണം സത്യത്തെ നമ്മൾ തിരിച്ചറിയില്ല. നമ്മളെപ്പോഴും കപട വേഷധാരികളുടെ അടിയിൽ തന്നെ പെട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നവരൊക്കെ നമ്മൾ മറന്ന് ജീവിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, അഭിനയിക്കാൻ അറിയണവർ മേട തകർക്കും, അഭിനയിക്കാൻ അറിയാത്തവർക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അപ്പം അങ്ങനെയുള്ള സ്നേഹങ്ങളെ തിരിച്ചറിയാതെ പോയി ജീവിതത്തിൻ്റെ ഒരു ഘട്ടം നമ്മൾ എത്തുമ്പോൾ, ഏതാണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു പകുതിയൊക്കെ നമ്മളാവുമ്പോഴേക്കും നമുക്കുള്ള വിസയും പാസ്പോർട്ടൊക്കെ മൂപ്പരോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്ത് വണ്ടിയുണ്ട്, ആ ഫ്ലൈറ്റിൽ കയറി നേരെ മുകളിലേക്ക് വന്നോ, ഇത് നേരെ ചെന്നെത്തുന്നത് ഒറ്റ സ്റ്റോപ്പാണുള്ളൂ, വന്നിറങ്ങി എന്നെ കാണാമെന്ന് പറയുന്ന സ്ഥലത്തിന് വരെ നമ്മൾ ഈ കപടധാരി വേഷധാരികളെ നമ്മൾ തിരിച്ചറിയില്ല. ഈ കപട വേഷം ധരിച്ച് സ്നേഹം അഭിനയിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. അവർ തിരിച്ചറിയാതെ പോണത് മാത്രമാണ് ജീവിതത്തിൽ യഥാർത്ഥ തോൽവി. അത് മാത്രമാണ് നിങ്ങളുടെ ഒറ്റപ്പെടുന്നത്. കാരണം ആത്മാർത്ഥതയുള്ളവരെ ഒരിക്കലും തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അതിനേക്കാളും മികച്ച കളിയായിരിക്കും, മികച്ച അഭിനയമായിരിക്കും കാഴ്ചവെക്കുന്ന ആത്മാർത്ഥതയുള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ അഭിനയം. ഉള്ളവൻ അതിന് മുമ്പ് തോറ്റു പോകണം. അപ്പോൾ അവസാനം നമ്മൾ ഉള്ളവനെ ഇല്ലാത്തവനെ തിരിച്ചറിയുമ്പോഴേക്കും ജീവിതം എന്ന യാത്ര അവസാനിച്ചിട്ടുണ്ടാവും. അതാണ് ജീവിതം എന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും, മനസ്സിലായി എന്ന് എനിക്ക് തോന്നുമ്പോഴേക്കും നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആവണവരാണ് ജീവിതത്തിൽ തോറ്റു പോകുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിശാലിയായിട്ട് ആർക്കാണ് ആത്മാർത്ഥമുള്ളത് ആർക്കാണ് ആത്മാർത്ഥ ഇല്ലാത്തത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ആർക്കും കഴിയില്ല. കാരണം മേട തകർത്ത് അഭിനയിക്കുന്ന ആൾക്കാരുടെ കയ്യിലെ പാവകളാണ് നമ്മളിൽ പല മനുഷ്യരും, അല്ലേ? ഇതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ എവിടെ നിന്നെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്, ശരിയുണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്പോൾ അമ്മയുടെ ആ പുതിയ സുഹൃത്ത് ഒറ്റപ്പെടലുകളാണ് ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഒറ്റപ്പെടലുള്ളത് വേണ്ട. എന്താ എന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും ഒറ്റയ്ക്കാണ്, ഈ ഭൂമിയിൽ നിന്നും യാത്ര പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. അതിൻ്റെ നടുവിൽ കുറച്ച് കൂട്ടും സ്നേഹബന്ധങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അത് നമുക്ക് ബോണസാണ്. അതിൽ നമ്മൾ സന്തോഷിക്കുക. പിന്നെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നിരാശയിലേക്ക് താഴ്ന്നു പോവാതെ നമ്മൾ എന്നും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തീരുമാനം മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒറ്റയല്ലാന്ന് തോന്നും. എന്താ അറിയോ, നമ്മൾ എല്ലാവരോടും ഇടകലർന്ന് നമുക്ക് അതിൻ്റെതായ സന്തോഷങ്ങൾ കണ്ടെത്താം. അല്ലാണ്ട് എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലും നിർബന്ധപൂർവ്വം കിട്ടിയ ഒരു ബന്ധനത്തിനും ഒരു ചങ്ങലയായി കുടുങ്ങിയാതെ സ്നേഹബന്ധങ്ങളെന്ന് പറഞ്ഞ ചെറിയൊരു നൂലിൽ കോർത്ത ഓരോ മുത്തുമണികളായി മാറി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സന്തോഷവും സംതൃപ്തിയുമായി സർവ്വ ആരോഗ്യം ഈ മെസ്സേജ് ഇട്ട നിങ്ങൾക്കും ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭവിക്കട്ടെ, അല്ലേ എന്ന് അംബുജാക്ഷി എന്ന് പറഞ്ഞ സന്യാസി അനുഗ്രഹിക്കുന്നു. അവർ ചോദിച്ചതിനൊരു മറുപടി പറയുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കൂടി ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നമ്മളും അടങ്ങും. നമ്മളും അടങ്ങും. എന്താ പറയുക, നമ്മളും അതുപോലെയൊക്കെ തന്നെയല്ലേ. കാരണം പറയുന്നവർക്കൊന്നും ജീവിക്കാൻ അറിയില്ല. അല്ല, ഇതൊരു സത്യം പറയാലോ, ഉപദേശം നൽകുന്നവർക്കൊന്നും ജീവിക്കാനും അറിയില്ല, ജീവിക്കാൻ അറിയുന്നവർക്ക് ഉപദേശം നൽകാനും അല്ലല്ല, ഉപദേശമല്ല. ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു, എനിക്ക് ഒരുപാട് നിരാശ തോന്നുന്നു ചേച്ചിയമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കുള്ള മറുപടി പറഞ്ഞാണ്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇതിലൊരു കാര്യം മാത്രം എല്ലാവരും ആലോചിക്കേണ്ടത്, ഒരാളും ജ്ഞാനിയുമല്ല ഒരാളും അജ്ഞാനിയുമല്ല. ഇതെല്ലാം ഇവിടുന്ന് കിട്ടിയത് തന്നെയാണ്. ഇത് പകർന്നു തരുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ അറിവ് പകർന്നു തരാൻ മാത്രമുള്ള ഒരു കഴിവുമില്ല. പിന്നെ ചോദിച്ചത് കൊണ്ട് ചേച്ചിയമ്മയെന്ന് വിളിച്ചാണല്ലോ ചോദിച്ചത്. അപ്പം അതിന് ഞാൻ പറയാണ്, എല്ലാവരും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം, ചെറിയൊരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെയാണ്. ഇവിടുന്ന് കിട്ടിയത് തന്നെയാണ് ഇവിടുന്ന് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ഒന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും എല്ലാം ഇതിന് മുമ്പ് ആരോ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. നല്ലതെ തിരിച്ചറിയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, പൊട്ടയെ അകത്ത് നിർത്താൻ സഹായിക്കട്ടെ. അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതം സമ്പൂർണ്ണമായ വിജയമാവുള്ളൂ. അങ്ങനെ ഉണ്ടാവാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. കാണിക്കുന്ന സ്നേഹത്തിന് മുമ്പ് തന്നെ ആത്മാർത്ഥമായിട്ട് വീണ് പോകുന്ന ചെറിയ മനസ്സിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. അല്ലാതെ
അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെത്തി ചെകഞ്ഞ് നോക്കി ഇത് പഴുത്തുണ്ടോ മൂത്തുണ്ടോ എന്നൊന്നും നോക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ ആത്മാർത്ഥം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. എല്ലാവരും കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, അങ്ങനെ എല്ലാ ബന്ധങ്ങളും ചെറിയ നൂലുകൾ പൊട്ടിപ്പോവാതെ, ഇന്നത് പൊട്ടിപ്പോയത് തകർന്ന് ജീവിക്കുന്ന ആ ജീവിതം നിങ്ങൾക്ക് ആർക്കും വരാതെ, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഒറ്റപ്പെട്ടെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ചിലപ്പോൾ വല്ല നിസ്സാര സംഗതിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വിഷമത്തിന്റെ ആയിരിക്കും. എന്തായാലും ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടൊന്ന് ജീവിക്കാൻ നോക്കൂ. അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നില്ല. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും, ഞാൻ നിങ്ങളെന്നല്ല, എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മൾ പലരുമായിട്ട് കൂട്ടുകൂടുന്നു, സ്നേഹബന്ധങ്ങൾ കിട്ടുന്നു, മക്കളാ, ഭർത്താവ്, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ വിഷമങ്ങൾ വരാം. അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങൾ വിടൂ. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നടുവിൽ ഈ ജീവിതത്തിൽ കിട്ടുന്ന ചില ബോണസാണ് ഇതൊക്കെ, ഈ സ്നേഹബന്ധങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ അതിന് സന്തോഷം കണ്ടെത്തും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാതെ, വിഷമിക്കാതെ. അവർ പറഞ്ഞത് എന്താണോ എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമുക്കതിന് വിഷമം തോന്നും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ അവരെ ഇത്രമാത്രം സ്നേഹിച്ചുവോ, അവരെന്നെ ഒറ്റപ്പെടുത്തിയല്ലോ എന്ന് തോന്നും. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഒറ്റപ്പെട്ടു. അങ്ങനെയുള്ള ചില ചിന്തകളുണ്ട്. പിന്നെ ചിലർ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. അപ്പം നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചു എന്നെ, അങ്ങനെ തോന്നും. അതും വേണ്ട. അവർക്ക് അന്ന് നമ്മളെ സ്നേഹിക്കാൻ തോന്നി, ഇന്ന് അവർക്ക് നമ്മളെ വെറുപ്പിക്കാനോ തോന്നിച്ചാൽ അത് അവരുടെ മനോധർമ്മം. അപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള വിചാരയെ മനസ്സിലേക്ക് എടുക്കാണ്ട് നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങളുടെ രീതിയിൽ ജീവിച്ചു നോക്കൂ. ഒറ്റപ്പെടൽ അങ്ങനെയുള്ള വേദനയൊന്നും നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനറിയില്ല. അപ്പോൾ അംബുജാനന്ദ സ്വാമിയുടെ ഒപ്പം രഞ്ജിത്താനന്ദ സരസ്വതിയുടെയും കൂടി പ്രസംഗം കഴിഞ്ഞു അല്ലമ്മ? ആയിക്കോട്ടെ. അപ്പോൾ അല്ല, ഇനിയിപ്പോൾ ഇത് കഴിക്കാനൊന്നും വിളിക്കാണ്ട് കുറേ നിൽക്കുന്ന ഒരു കാര്യം പറയാണ്ട് കേട്ടോ. ഇപ്പം കുറേ ആയിട്ടമ്മ സംഭവം അതൊക്കെ ശരിയാണ്, നമ്മൾ സംസാരിക്കണോ, ബായ് വരണോ, ഉമ്മ വരണോ, അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചാൽ മാത്രം മേടിക്കുന്ന ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് നമ്മുടെ. അത് ഞാനിപ്പോൾ വിളിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ട് ഞാൻ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുതായ തോരനാണ് ഇപ്പൊ കൂട്ടി വിളിക്കാൻ പോണു. അമ്മയാര് കാലാവസ്ഥ നിരീക്ഷണൊക്കെ പറയുന്ന വ്യക്തിയോ? ഇതൊക്കെ കഴിഞ്ഞിട്ടേ പറയുള്ളൂ. അങ്ങനെ തോരൻ ഉണ്ടാക്കൂ. ഇന്ന് ഞങ്ങൾ എന്താ അറിയോ, നല്ല എന്താ പറയാ, എന്തരിയാണത്, കുത്തരി. കുത്തരി കൊണ്ടുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ട് പപ്പടം ചുടും, ഈ തോരനും അച്ചാറും കൂട്ടിയിട്ട് ഇന്ന് കഴിക്കാൻ പോകണമെങ്കിൽ നാടൻ ഭക്ഷണം, പഴയ കാലത്തേക്ക് തിരിച്ചു പോവുക. അപ്പൊ അതാണ്. അപ്പൊ ആ കഞ്ഞി കുടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ. കുത്തരി കഞ്ഞി എന്തെങ്കിലും ഒന്ന് കാണിക്കാനല്ലോ, ചുട്ട പപ്പടം, അച്ചാർ. അല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കാനല്ലോ പറഞ്ഞിട്ടാണ് സത്യമായിട്ട് നമ്മൾ. അതെ അതെ, ഞാനിപ്പോ നിങ്ങളെ കാണും വേണ്ടേ. അപ്പൊ ഞങ്ങളിത് ഇതിപ്പോ കാണിക്കില്ല. വേറൊന്നും വേണ്ട. ഈ അംബുജാക്ഷമ്മേനെ നിങ്ങളൊന്ന് കണ്ടാൽ മതി, നോക്കിക്കൂടും എങ്ങനെ വേർത്ത് കുടിച്ചിട്ടാണ് നിൽക്കണമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണും വേണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞങ്ങൾ അപ്പം ഉണ്ടാക്കി, വെള്ളയപ്പം ഉണ്ടാക്കി. അപ്പോൾ അതിന് ഒരു ഇഷ്ടം ഉണ്ടാക്കി. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെറുപയർ തോരനോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കറിൽ കഞ്ഞി വെച്ചാൽ മതിയല്ലോ, പിന്നെ പപ്പടം ചുട്ടാൽ പോരെ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാറിയോ, രാവിലെ കുളിച്ച് കിടക്കത്ത് അങ്ങനെ വന്നതാണ് അടുക്കളയിലേക്ക്. ഇനി കാപ്പി കൂടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. എന്നിട്ട് പോയിട്ട് കുറച്ചും കൂടി വെള്ളം എടുത്ത് മേച്ചൊക്കെ വെച്ച് പിന്നെ വൈകുന്നേരം വരെ മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ബൈ.